ലോഗോസ് ക്വിസ് 2025. ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയുള്ള അധ്യായങ്ങൾ. മോക്ക് ടെസ്റ്റ്. ആരുടെ സന്ദേശം അമ്മോന്യ രാജാവ് വകവച്ചില്ല എന്നാണ് 11:28 പറയുന്നത്? ഇബ്സാൻ, മനാസെ, ജെഫ്ത. ഉത്തരം ജെഫ്ത. ജെഫ്ത എവിടെയാണ് അടക്കപ്പെട്ടത്? 12:7. പിറദോനിൽ, അയ്യാലോണിൽ, ഗിലയാദിൽ. ഉത്തരം ഗിലയാദിൽ. അപ്പോൾ മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്നു. ഡാഷ് ബലിയോടുകൂടെ അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന് പാറപ്പുറത്ത് വെച്ച് അർപ്പിച്ചു. 13:19. ധാന്യബലി, ദഹനബലി, പാപപരിഹാരബലി. ഉത്തരം ധാന്യബലി. എത്രാം ദിവസമാണ് അവർ സാംസന്റെ ഭാര്യയോട് നിന്റെ ഭർത്താവിനെ വശീകരിച്ച് കടങ്കഥയുടെ പൊരുളറിഞ്ഞ് ഞങ്ങളോട് പറയുക എന്ന് പറഞ്ഞത്? 14:15. 3-ാം ദിവസം, 2-ാം ദിവസം, 4-ാം ദിവസം. ഉത്തരം 4-ാം ദിവസം. സാംസൺ പോയി ഡാഷ് കുറുനരികളെ പിടിച്ചു. 15:4. 200, 300, 100. ഉത്തരം 300. എവിടെ വെച്ച് സാംസൺ ഒരു സ്വരണ്ണിയെ കണ്ടുമുട്ടി? 16:1. യൂദായിൽ, ലേഹിയിൽ, ഗാസായിൽ. ഉത്തരം ഗാസായിൽ. ഏതു വംശജനായ ലേവ്യനെ കുറിച്ചാണ് 17:7 പറയുന്നത്? ദാൻ വംശജൻ, യൂദാ വംശജൻ, ഫിലിസ്ത്യൻ വംശജൻ. ഉത്തരം യൂദാ വംശജൻ. ഈ ആളുകളെയും കൂട്ടി വരാൻ നിനക്ക് എന്തുപറ്റി? ആര് ആരോട് പറഞ്ഞു? 18:23. ദാൻകാർ മിക്കായോട്, എഫ്രായിംകാർ ലായിഷിനോട്, ഗിബെയക്കാർ ജബൂസിനോട്. ഉത്തരം ദാൻകാർ മിക്കായോട്. അവർ ഏകമനസ്സോടെ ഡാഷിൽ കർത്താവിൻ്റെ മുൻപിൽ ഒരുമിച്ച് കൂടി. 20:1. സോറായിൽ, ഗിബെയായിൽ, മിസ്പായിൽ. ഉത്തരം മിസ്പായിൽ. ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ കർത്താവ് ഒരു വിടവ് സൃഷ്ടിച്ചത് കൊണ്ട് ജനത്തിന് ഡാഷ് വംശജരോട് അലിവ് തോന്നി. 21:15. യൂദാ, ദാൻ, ബെഞ്ചമിൻ. ഉത്തരം ബെഞ്ചമിൻ. പ്രഭാഷകൻ 41 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളുടെ 10 മോക്ക് ടെസ്റ്റുകൾ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ കാണുക.